സൗമ്യം സൗഖ്യം. ഏപ്രിൽ 10 ഹോമിയോപ്പതി ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. നിർവഹണം പ്രജിഷ രാജേഷ്. സാങ്കേതിക സഹായം റെനീഷ് ആരിപ്പള്ളിൽ. സൗമ്യം സൗഖ്യം. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മദിനമാണ് ലോകമെമ്പാടും ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. ഹോമിയോപ്പതി ചികിത്സാരീതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ആരോഗ്യരംഗത്ത് ഈ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കാനുമാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. ലോക ഹോമിയോപ്പതി ദിനത്തെക്കുറിച്ച് പൂതാടി ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസറും അഞ്ചുകുന്ന് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി പ്രോജക്ട് കൺവീനറുമായ ഡോക്ടർ ബീന ജോസ് സംസാരിക്കുന്നു. ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതി ഫോർ സസ്റ്റൈനബിൾ ഹെൽത്ത്, സുസ്ഥിരമായ ആരോഗ്യത്തിന് ഹോമിയോപ്പതി, അതാണ് ഈ വർഷത്തെ തീം. നമുക്കറിയാം, ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവും വൈകാരികവുമായ സമന്വയത്തോടെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ സമഗ്രമായ ആരോഗ്യ ദർശനത്തെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ ലോകത്തിന് മഹത്തായ സംഭാവനയായി നൽകിയ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ സ്നേഹിക്കുന്ന ഏവരും പുഷ്പാർച്ചന ചെയ്യുന്ന ദിനമാണ് ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ 271 ജന്മദിനമാണ് ആചരിക്കുന്നത്. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹാനിമാനെക്കുറിച്ച് സംസാരിക്കുന്നു നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ, സീതാലയം പ്രോജക്ട്, ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ വിൻസ് മേരി കുരുവിള. ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം രൂപപ്പെടുത്തിയ വ്യക്തിയാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ. 1755 ഏപ്രിൽ 10 ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാലത്തിൽ തന്നെ സമർത്ഥനായ അദ്ദേഹം അനേക ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. അദ്ദേഹം മെഡിസിൻ ബിരുദവും 1779 MDയും നേടിയിരുന്നു. എന്നാൽ അന്നത്തെ ചികിത്സാ രീതിയിൽ സംതൃപ്തനല്ലായിരുന്ന അദ്ദേഹം കൂടുതൽ സമയം പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുന്നതിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ മെറ്റീരിയ മെഡിക്ക ഓഫ് വില്യം കള്ളൻ അദ്ദേഹത്തിന്റെ പുസ്തകം തർജ്ജമ ചെയ്യുമ്പോൾ മലമ്പനി എന്ന അസുഖത്തിന് സിങ്കോണ ഫലപ്രദമാണ് എന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അതിന് കാരണം എന്ത് എന്ന് ചിന്തിക്കുവാൻ അദ്ദേഹം ആരംഭിച്ചു. പല ഗവേഷണങ്ങൾക്കു ശേഷം മലമ്പനി ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ സിങ്കോണ എന്ന മരുന്നിൽ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ രോഗലക്ഷണങ്ങൾ എന്താണോ അത് തന്നെ ഉണ്ടാക്കുവാൻ കഴിയുന്ന മരുന്നുകൾ ഉപയോഗിച്ചാണ് ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം രൂപപ്പെടുത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് ഇടയായത്. അങ്ങനെ 1796 ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹോമിയോപ്പതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. ഹോമിയോപ്പതിയുടെ ഇന്നത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബീന ജോസ്. ഓഡെ സാപ്പിയർ, ഡെയർ ടു ബി വൈസ്. ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാന്റെ എപ്പോഴുമുള്ള മുഴങ്ങുന്ന വാചകമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ വിപ്ലവം കൊണ്ടുവന്ന് തികച്ചും ലളിതവും പാർശ്വഫലരഹിതവും സമഗ്രവുമായ ഒരു ചികിത്സാരീതി കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഇന്നും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിലെ ഭിഷഗ്വരന്മാർ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് 200 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഈ വൈദ്യശാസ്ത്രം ഇന്നും ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര ശാഖയായി, ഇന്ത്യയിൽ രണ്ടാമത് ആളുകൾ ഉപയോഗിക്കുന്നൊരു വൈദ്യശാസ്ത്ര ശാഖയായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കാം. രോഗത്തെയല്ല, രോഗിയാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ചികിത്സിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി തികച്ചും വ്യക്തിഗതമായ ചികിത്സയാണ്. ശാരീരിക മാനസിക വൈകാരിക തലങ്ങളെ പഠിച്ച് തികച്ചും വ്യക്തിഗതമായ ചികിത്സയാണ് പനി മുതൽ ക്യാൻസർ വരെയുള്ള ഓരോ രോഗത്തിനും നമ്മൾ അവലംബിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന ഒരു കൺസെപ്റ്റ് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പ്രാവർത്തികമാക്കിയിരുന്നു. ഹോമിയോപ്പതി മരുന്നുകൾ നമുക്കറിയാം, അതിൻ്റെ സോഴ്സുകൾ സസ്യങ്ങളിൽ നിന്ന് വരുന്നത്, മൃഗങ്ങളിൽ നിന്ന് വരുന്നത്, മിനറൽസിൽ നിന്ന് വരുന്നത്, പലവിധം ശക്തി സോഴ്സുകളിൽ നിന്ന് വരുന്നത്.
ഇങ്ങനെ സോഴ്സുകൾ, അതിൻ്റെ ഉറവിടങ്ങൾ പലതുണ്ട്. ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് സാമ്പത്തികമായുള്ള പ്രതിബദ്ധത സമൂഹത്തിനോ സൊസൈറ്റിക്കോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതിക്ക് അനുകൂലമായ രീതിയിലാണ് പലപ്പോഴും മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. ബയോ വേസ്റ്റുകൾ ഉണ്ടാകുന്നില്ല എന്നതും വളരെ പ്രത്യേകതയാണ്. ഇതുകൊണ്ട് തന്നെയാകാം നമ്മുടെ രാഷ്ട്രപിതാവ് ഹോമിയോപ്പതി ചികിത്സ മിതമായ ചെലവിലും അഹിംസാ തത്വത്തിൽ ഉറച്ചും രോഗികളെ ചികിത്സിക്കാനുള്ള നൂതനവും സ്ഫുടം ചെയ്തതുമായ ചികിത്സാ രീതിയാണ്. ഗവൺമെൻറ്റുകൾ ഇതിനെ അംഗീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ് എന്ന ഒരു മെസ്സേജ് നമ്മുടെ രാഷ്ട്രപിതാവ് നൽകിയത്. ഒപ്പം മഹാനായ രവീന്ദ്രനാഥ ടാഗോർ ഹോമിയോപ്പതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഹോമിയോപ്പതി കേവലം കുറച്ച് മരുന്നുകളുടെ ശേഖരമല്ല, മറിച്ച് യുക്തിസഹജമായ തത്വശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രശാഖയാണ്. ഭാരതീയമായ സാഹചര്യങ്ങളിൽ ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശാസ്ത്ര താൽപ്പര്യം കാണിക്കുകയും അന്വേഷണ ബുദ്ധി കാണിക്കുകയും ചെയ്യേണ്ടതാണ്. വയനാട് ജില്ലയിൽ സുസജ്ജമായ ഹോമിയോപ്പതി സംവിധാനം ഇന്ന് നിലവിലുണ്ട്. വയനാട് ജില്ലയിലെ ഹോമിയോപ്പതി പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഡോക്ടർ ബീന ജോസ് പങ്കുവയ്ക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ 500-ലധികം കോളേജുകളും അതുപോലെ തന്നെ സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ അണ്ടർ വയനാട് ജില്ലയിൽ ഏകദേശം 40ഓളം സ്ഥാപനങ്ങൾ, 20 ഡിസ്പെൻസറികൾ, ഒരു ഹോസ്പിറ്റൽ, 19 NHM സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 40ഓളം സ്ഥാപനങ്ങൾ, ഒരു SCP ഡിസ്പെൻസറി എന്നിവ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ അണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ജില്ലാ ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്ന അഞ്ചുകുന്ന് ജില്ലാ ഹോമിയോ ആശുപത്രിയാണ്. അവിടെ വിവിധ പദ്ധതികൾ, സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, ഹോമിയോപ്പതിയുടെ സന്ദേശം ജില്ലയിലെങ്ങും എത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പദ്ധതി സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ സ്ത്രീകളുടെ ശാരീരിക, മാനസിക, വൈകാരിക ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സീതാലയം പദ്ധതി പ്രവർത്തിക്കുന്നു. സീതാലയം പദ്ധതിയിൽ ലേഡി സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. ഒപ്പം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പെരുമാറ്റ വൈകല്യങ്ങൾ, ഒപ്പം തന്നെ കുട്ടികളിലെ ജനിതക രോഗങ്ങൾ എന്നിവയ്ക്ക് നാളെയുടെ പ്രതീക്ഷകൾക്കായി സദ്ഗമയ എന്ന പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ സേവനം ലഭ്യമാണ്. വന്ധ്യതാ നിവാരണ ചികിത്സയിൽ കേരളത്തിലെങ്ങും അറിയപ്പെടുന്ന ജനനി പദ്ധതി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. 13 വർഷത്തിലായി 3750-ലധികം കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കുഞ്ഞെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ ജനനിയിലൂടെ ലഭ്യമാകുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ സമഗ്രമായ ചികിത്സാ പദ്ധതി ആയുഷ്മാൻ ഭവ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ചികിത്സിക്കുന്നതിനുമായിട്ട് ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യോഗ എന്നിവ സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കും അടിമപ്പെട്ടവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി പ്രത്യേക ക്ലിനിക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പുനർജനി ലഹരി വിമുക്ത ക്ലിനിക്ക്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന സംസ്ഥാനതല പദ്ധതിയാണ് റീച്ച്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാൻ വയോജന ക്ലിനിക്കിൽ ചികിത്സയോടൊപ്പം ഫിസിയോതെറാപ്പി, ഒപ്പം കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാകുന്നു. ആശുപത്രി സൗകര്യങ്ങൾ കുറവായ മേഖലകളിൽ വയനാട്ടിലെ ദുർഘട പ്രദേശങ്ങളിലേക്ക് എത്തുന്ന മൊബൈൽ യൂണിറ്റ് ഇവിടെയുണ്ട്. ഒപ്പം പാലിയേറ്റീവ് കെയർ രോഗികളുടെ ആദികളും വേദനകളും അകറ്റുവാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതികളോടൊപ്പം തന്നെ നാഷണൽ ആയുഷ് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളും ജില്ലാ ആശുപത്രിയിൽ സേവനം ലഭ്യമാക്കുന്നു. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ വിൻസ് മേരി കുരുവിള. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഏതാണ്ട് 6ഓളം പദ്ധതികൾ പ്രവർത്തിച്ചു വരുന്നു. അലർജി, ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്, അലർജി, ആസ്മ തുടങ്ങിയവയ്ക്ക് പാർശ്വഫലമില്ലാതെ പൂർണ്ണ പരിഹാരം നൽകുന്നതിന് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നു. 2. തൈറോയിഡ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, തൈറോയിഡ് ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സ ഇതിലൂടെ ലഭ്യമാണ്. 3. മസ്കുലോ സ്കെലിറ്റൽ ക്ലിനിക്,
എല്ല് തേയ്മാനത്തിനും അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുമുള്ള വിദഗ്ധ ചികിത്സാ പദ്ധതിയാണിത്. 4. ആയുർവിദ്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ആവിഷ്കരിച്ചു വരുന്ന ഒരു പുതിയ പദ്ധതി ആണ് ഇത്. അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 5. കാരുണ്യ. കിടപ്പ് രോഗികളുടെ വേദന ലഘൂകരിക്കുവാനും മാനസിക ധൈര്യം പകരുവാനും വീട്ടിലെത്തി ചികിത്സ നൽകുവാനും ഈ പദ്ധതിയിലൂടെ സാധ്യമാകുന്നു. 6. ട്രൈബൽ മൊബൈൽ യൂണിറ്റ്. ആശുപത്രി സൗകര്യങ്ങൾ കുറവായ മേഖലകളിൽ നേരിട്ട് എത്തി ചികിത്സയും നൽകുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലുള്ള സേവനം ലഭ്യമാക്കാൻ എത്തേണ്ടതെന്നാണ് ഡോക്ടർ ബീന ജോസ് പറഞ്ഞുവെക്കുന്നത്. ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ: സീതാലയം, സദ്ഗമയ, ജനനി, പുനർജനി, ആയുഷ്മാൻ ഭവ, ഒപ്പം നാഷണൽ ആയുഷ് മിഷനിലെ ആസ്മ, അലർജി, തൈറോയിഡ്, മസ്കുലോസ്കെൽറ്റൽ, ആയുർവിദ്യ, കാരുണ്യ എന്നീ വിവിധ പദ്ധതികളിലെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ മുൻകൂർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബുക്കിംഗ് നമ്പർ 04935 227 528 04935 227 528. ഈ നമ്പർ ലഭ്യമല്ലാത്തപ്പോൾ വിളിക്കാവുന്ന മൊബൈൽ നമ്പർ 8330 8330 ഈ നമ്പറുകളിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ വരാവൂ. ബുക്കിംഗ് സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാനായ മനുഷ്യസ്നേഹിയുടെ, ഭിഷഗ്വരൻ്റെ, ശാസ്ത്രജ്ഞൻ്റെ, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനുമാന്റെ പിറന്നാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം സുസ്ഥിരമായ ആരോഗ്യത്തിന് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സാരീതി രോഗലക്ഷണങ്ങളെക്കാൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഏപ്രിൽ 10 ഹോമിയോപ്പതി ദിനത്തെക്കുറിച്ചും ഹോമിയോപ്പതി വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് സൗമ്യം സൗഖ്യം. ഏപ്രിൽ 10 ഹോമിയോപ്പതി ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. നിർവഹണം പ്രജിഷ രാജേഷ്. സാങ്കേതിക സഹായം റെനീഷ് ആരിപ്പള്ളിൽ. സൗമ്യം സൗഖ്യം.